കലഞ്ഞൂർ സബ് കനാല് അവിടെ അപകടക്കെണിയായി നിൽക്കുകയാണ്. റീലുകൾ കണ്ട നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന കനാലിന്റെ കൈവരിക്ക് പക്ഷേ വീതി കുറവാണ്. ദിവസങ്ങൾക്ക് മുൻപ് ഈ കൈവരിയിൽ നിന്ന് വീണ് യുവാവ് മരിച്ചിരുന്നു. അപകട മുന്നറിയിപ്പ് സഞ്ചാരികൾ ചെവിക്കൊള്ളുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കനാലിന്റെ വീതി കുറഞ്ഞ ഭാഗത്ത് സംരക്ഷണ വേലി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. നിങ്ങളെന്നാ ഒരു കാര്യം ചെയ്തുകൊണ്ട് പരാതിപ്പെടും, നിങ്ങളെന്നാ ഇവിടുന്ന് പിറകെ പൊളിച്ചു കെട്ടി മാറിപ്പോയി, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ഇതിനപ്പുറം അങ്ങോട്ട് അപകടം 2 മരണം കഴിഞ്ഞത് അവിടെ. ഇത് രണ്ടാമത്തെ ഇപ്പോൾ ഈ മരണം കഴിഞ്ഞത്. ഒരു കുളിക്കുന്നതിൽ വളരെ സന്തോഷമുള്ള കുളിച്ചിട്ട് പോക്കോട്ടെ. പക്ഷേ മദ്യപാനം ഒരു വിഷയമാണ്. തുടക്കത്തു നിന്ന് തുടങ്ങി അങ്ങനെ മധ്യഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് ഏകദേശം 60 അടി ഉയരമുണ്ട് ഈ കനാലിൻ്റെ ഈ 2 സൈഡിനെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്. ഒരു അക്കരെ പോയി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചിറങ്ങി വരണമെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ചില അറിയാവുന്ന ആൾക്കാർ തരുമ്പോൾ തന്നെ അതുവഴി ഇങ്ങനെ വരും. അറിയാത്ത ആൾക്കാർ ഇതിൽ കൂടെ തന്നെ നടന്നു വരും. വെള്ളത്തിൽ കൂടെ വരാൻ പാടാം, കാരണം ഒഴുക്കായതുകൊണ്ട് വെള്ളത്തിൽ കൂടെ വരാൻ പാടാം. ഒരു കാട് തെറ്റിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, 60 അടി താഴ്ചയാണ് കിടക്കുന്നത്. ഇവിടുത്തെ ആളുകളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മറ്റേ ആളുകൾ വന്നാലുണ്ടല്ലോ ഓടാ മറ്റേ മോനെന്നൊക്കെ വിളിക്കും. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ പറഞ്ഞതുപോലെ റീലുകളിലൊക്കെ ഹിറ്റാണ് ആ സ്ഥലം, നല്ല ഭംഗിയുള്ളതാണ്, ഒരുപാട് സഞ്ചാരികൾ അവിടെ എത്തുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അപകടം പതിയിരിപ്പുണ്ട് അല്ലേ? വിനീത, വേനൽക്കാലമാണ്, കൊടും ചൂടാണ്. അതുമാത്രവുമല്ല ഈ സ്ഥലം റീലുകളിലൊക്കെ വലിയ ഹിറ്റുമാണ്. ഇതൊക്കെ കണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകൾ കൂടുതലായി എത്തുന്നു. നല്ല തണുപ്പുള്ള വെള്ളമാണ്. കല്ലട ഇറിഗേഷൻ പ്രൊജക്ടിന്റെ അവിടെ നിന്നും ഉള്ള സബ് കനാലാണിത്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നു. അതാണിപ്പോൾ നാട്ടുകാർക്ക് ഒരു ആശങ്കയായിരിക്കുന്നത്. കഴിഞ്ഞ ഇടെ അവിടെ ഒരു യുവാവ് 60 അടി ഉയരത്തിലുള്ള ആ പാലത്തിൽ നിന്ന് താഴേക്ക് വീണ് നിഷ്കരണം മരിച്ചിരുന്നു. അതാണ് ഇപ്പോൾ നാട്ടുകാർക്ക് വലിയ ഭീതിയായിരിക്കുന്നത്. ഈ കനാലിൽ സാധാരണ ഒഴുകുന്ന സ്ഥലത്ത് വീതി കൂടുതലാണ്, പക്ഷേ അത് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ വീതി കുറഞ്ഞ ഭാഗമാണ്. അവിടെയാണ് 60 അടിയോളം ഉയരമുള്ളത്. അതുകൊണ്ട് അപകടം ഒഴിവാക്കാനായുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് അധികൃതരും ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളെല്ലാം ചേർന്ന് എടുക്കണമെന്നൊരു ആവശ്യം അതാണ്. അപകട മുന്നറിയിപ്പുണ്ട്, അതൊക്കെ പാലിക്കണം അവിടെ എത്തുന്ന സഞ്ചാരികൾ എന്നതാണ്. അവരിൽ ഏതൊക്കെ ഭാഗത്ത് അപകടം ഉണ്ടാകും എന്നത് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിൽ അതാരും പാലിക്കുന്നില്ല എന്നതാണ് ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. ഒപ്പം ഇതിൽ കൃത്യമായ മുന്നറിയിപ്പ്, കൈവരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയതും അധികൃതർ ചെയ്യേണ്ടതുണ്ട്. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഒരു മരണം അവിടെ സംഭവിക്കാതിരിക്കട്ടെ. ഭംഗിയുള്ള സ്ഥലമാണ്, അതിനെ ഭംഗി ഈ തരത്തിൽ കെടുത്താതെ ഇരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട